ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നമ്മുടെ ഊർജ്ജ ഉൽപാദനം പ്രധാനമായും നടക്കുന്നത് ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. അതിനാൽ മഴയുടെ ലഭ്യത കുറഞ്ഞതോടെ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും ചിന്തിക്കാനും തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം ബോധവൽക്കരണ പരിപാടികൾക്കും തുടക്കമായിട്ടുണ്ട്. ഊർജ്ജ സംരക്ഷണം വീട്ടിൽ നിന്നുമാണ് തുടങ്ങേണ്ടത് എന്നതിന് ഊന്നൽ നൽകിക്കൊണ്ട് ജനങ്ങളെയാണ് ആദ്യം ബോധവൽക്കരിക്കേണ്ടത്. പ്രധാന വാർത്തകളിലേക്ക്. പ്രീപെയ്ഡ് കൌണ്ട് നിരക്ക് നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പണിമുടക്ക് ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം. റെയിൽവേ ലോക്കോ പൈലറ്റുമാർ ഡിസംബർ 16 ഉപവാസ സമരം നടത്തും. സമരം ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിക്കും. മരണക്കെണിയൊരുക്കി വാഹനങ്ങളുടെ അമിത വേഗത. ഫറോക്കിൽ ടാറ്റ സുമോ ഇടിച്ച് ഒരാൾ മരിച്ചു. വാർത്തകൾ വിശദമായി. സർക്കാർ അംഗീകരിച്ച ഓട്ടോറിക്ഷ മീറ്റർ ചാർജ് നടപ്പിലാക്കാത്ത ട്രാഫിക് പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പണിമുടക്ക് നടത്തി. സമരത്തിന്റെ ഭാഗമായി സിറ്റി ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ റെയിൽവേ പ്രീപെയ്ഡ് കൌണ്ടറിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം HMS സംസ്ഥാന സെക്രട്ടറി ബിജു ആന്റണി ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് കൌണ്ടറിൽ ചാർജ് അടിച്ചു നൽകുന്നതിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിറ്റി ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച വൈകിട്ട് 6 മുതൽ നഗരപരിധിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിച്ചത്. സമരത്തിന്റെ ഭാഗമായി സംയുക്ത യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികൾ റെയിൽവേ പ്രീപെയ്ഡ് കൌണ്ടറിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. HMS സംസ്ഥാന സെക്രട്ടറി ബിജു ആന്റണി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ചാർജുമായി ബന്ധപ്പെട്ട അപാകതകൾ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന ചാർജ് അത് കുറച്ചുകൊണ്ട് പ്രീപെയ്ഡിൽ കുറച്ചടിച്ചുകൊണ്ടാണ് ഇവിടെ ഈ അധികൃതർ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും അനുവദിച്ചുകൂടാ. ശക്തമായ പ്രക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഇത് പരിഹരിക്കുന്നതുവരെ അതിശക്തമായ പ്രക്ഷോഭവുമായി സംയുക്ത തൊഴിലാളി യൂണിയനുകൾ മുമ്പോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. യു സതീശൻ, TV നൌഷാദ്, KP ബൽരാമൻ, IP അഷ്റഫ്, വാസുദേവൻ, അബ്ബാസ്, B കൃഷ്ണൻകുട്ടി, KC ശശികുമാർ എന്നിവർ സംസാരിച്ചു. പ്രീപെയ്ഡ് കൌണ്ടറിലെ ചാർജ് വ്യതിയാനം പരിഹരിക്കണമെന്ന ഉറപ്പ് അധികൃതർ പാലിക്കാത്തതിനെ തുടർന്നാണ് തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത്. പണിമുടക്ക് നഗരത്തിലെത്തിയവരെ സാരമായി ബാധിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടൂളി CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. കോർപ്പറേഷൻ കൌൺസിലർ K രവീന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ 26 വാർഡ് ഉൾപ്പെടുന്ന പറയഞ്ചേരി പ്രദേശത്തിലെ ഗുണഭോക്താക്കളും വീട്ടമ്മമാരും മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോട്ടൂളി CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ കൌൺസിലർ K രവീന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡിവിഷൻ ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസുകാർ തടഞ്ഞു. ഇത് നേരിയ രീതിയിൽ സംഘർഷത്തിനിടയാക്കി. പ്രതിഷേധക്കാർ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുകയും മലാപ്പറമ്പ് ഡിവിഷൻ ഓഫീസർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ഹമീദിനെ ഉപരോധിക്കുകയും ചെയ്തു.
രണ്ടു മാസത്തോളമായി ഈ പ്രദേശത്ത് കുടിവെള്ളം ലഭിച്ചിട്ട്, എന്നാൽ ഇവിടെയുള്ള സ്വകാര്യ ഫ്ളാറ്റുകളിൽ കൃത്യമായി വെള്ളം ലഭിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സമരക്കാർ ആരോപിച്ചു. ഇതിൽ നടപടിയെടുക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ പ്രശ്നത്തിൽ പരിഹാരം കാണുമെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം PK പ്രമോദ്, CPM ബ്ലോക്ക് സെക്രട്ടറി B സുനിൽകുമാർ, മണി മാസ്റ്റർ, CIT ഭാരവാഹി ജയൻ, പിങ്കി പ്രമോദ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഫറൂഖിൽ അമിത വേഗതയിൽ വന്ന ടാറ്റോ സുമോ ഇടിച്ച് ഒരാൾ മരിച്ചു. പാണ്ടികശാല വുഡ് ഇൻഡസ്ട്രീസ് ജീവനക്കാരനായ സയ്യിദലവി ഹാജിയാണ് മരിച്ചത്. ഫറൂഖ് പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് അപകടമുണ്ടായത്. ഫറൂഖ് പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് അമിത വേഗതയിൽ വന്ന ടാറ്റോ സുമോ നിയന്ത്രണം വിട്ടിടിച്ച് ഒരാൾ മരിച്ചത്. ഫറൂഖ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പാണ്ടികശാല വുഡ് ഇൻഡസ്ട്രീസ് റൈറ്ററായ കോടമ്പുഴ ചേരിക്കണ്ടി തോട്ടോളിൽ സയ്യിദലവി ഹാജിയാണ് മരിച്ചത്. 72 വയസ്സായിരുന്നു. നഫീസയാണ് ഭാര്യ. ഫൈസൽ, ഷാനവാസ്, ഷെഫീഖ്, സെലീന എന്നിവർ മക്കളാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ ഫറൂഖിൽ നിന്നും രാമനാട്ടുകര ഭാഗത്തേക്ക് പുറപ്പെട്ട ടാറ്റ സുമോയാണ് നിയന്ത്രണം വിട്ട് രണ്ടുപേരെ ഇടിച്ചു വീഴ്ത്തിയത്. സയ്യിദലവി ഹാജി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെട്ടു. സമീപത്തുണ്ടായിരുന്ന ഫറൂഖ് വെസ്റ്റ് നെല്ലൂർ സ്വദേശി വേലായുധനെ സാരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫറൂഖ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനെതിരെ സോഷ്യലിസ്റ്റ് മഹിളാ ജനതാ മാർച്ചും ധർണയും നടത്തി. കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപം നടന്ന ധർണ സോഷ്യലിസ്റ്റ് ജനതാ ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാവേലി സ്റ്റോർ വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ സബ്സിഡി പുനഃസ്ഥാപിക്കുക, മാവേലി സ്റ്റോറിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുക, റേഷൻ ഷോപ്പ് വഴി അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സോഷ്യലിസ്റ്റ് മഹിളാ ജനതാ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറി പരിസരത്ത് നടന്ന ധർണ സോഷ്യലിസ്റ്റ് ജനതാ ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റ് മഹിളാ ജനതാ ജില്ലാ പ്രസിഡന്റ് ജീജ ദാസ് അധ്യക്ഷയായ ചടങ്ങിൽ SJD സംസ്ഥാന കമ്മിറ്റി അംഗം MK വത്സൻ മുഖ്യപ്രഭാഷണം നടത്തി. നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇടപെടണമെന്ന് MK വത്സൻ ആവശ്യപ്പെട്ടു. NP ശിവാനന്ദൻ, രമാദേവി, ബിജു ആന്റണി, P കിഷൻചന്ദ്, കമല രഘുനാഥ് എന്നിവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. PK രമണി, ശാന്ത, ബേബി കൃഷ്ണൻ, M സക്കീന, V പങ്കജം, PK ബിന്ദു എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ആശ്രിത നിയമനം, ഒഴിവുകൾ നികത്തൽ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേ ലോക്കോ പൈലറ്റുമാർ ഡിസംബർ 16 ഉപവാസ സമരം നടത്തും. സമരം പാലക്കാട് ഡിവിഷനു കീഴിലെ ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിക്കും. ലോക്കോ പൈലറ്റുമാരുടെ 18% വരുന്ന ഒഴിവുകൾ നികത്തുക, വോളണ്ടിയർ റിട്ടയർമെന്റ് അനുവദിക്കുക, മംഗലാപുരത്ത് നിന്നും കോഴിക്കോട്ടേക്കുള്ള സ്ഥലമാറ്റം അനുവദിക്കുക, 46 മണിക്കൂർ പ്രതിവാര വിശ്രമം അനുവദിക്കുക തുടങ്ങി 11 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റെയിൽവേ ലോക്കോ പൈലറ്റുകൾ ഡിസംബർ 16 ഉപവാസ സമരം നടത്തുന്നത്. ഈ ഡിവിഷനിലെ അഡ്മിനിസ്ട്രേഷൻ ഇന്ന് ഈ ഒരു വിഭാഗം തൊഴിലാളികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരായിട്ടാണ് ഈ സമരത്തിന് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. പാലക്കാട് ഡിവിഷന് കീഴിലാണ് ലോക്കോ പൈലറ്റുമാർക്ക് ജോലി അധികഭാരം അടിച്ചേൽപ്പിക്കുന്നതെന്നും പരിഹാരമായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ഭാരവാഹികളായ PK അശോകൻ, P ജാക്സൺ, ബിജു ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്റ്റാർ ഉണ്ട്. ഇത് തിരുവനന്തപുരത്തെ സ്റ്റാർ വിവേക്, ഇത് കോഴിക്കോട്ടെ സ്റ്റാർ നസിയ, ഇത് കോട്ടയത്തെ സ്റ്റാർ ലക്ഷ്മി, ഇത് കൊച്ചിയിലെ സ്റ്റാർ രാഹുൽ, ഇത് തൃശൂരിലെ സ്റ്റാർ ഐശ്വര്യ, ഇത് കണ്ണൂരിലെ ലിറ്റിൽ സ്റ്റാർ നേഹ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ വലിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. സ്റ്റൈൽ ആകൂ, സ്റ്റാർ ആകൂ. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. മാലിദ്വീപിൽ 8 മാസത്തിലേറെയായി തടവിൽ കഴിയുന്ന KK ജയചന്ദ്രന്റെ മോചനത്തിനായി 19-ന് മൊകേരിയിൽ ബഹുജന കൂട്ടായ്മ നടത്തും. ജയചന്ദ്രൻ മൊകേരിയുടെ മോചനത്തിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സംഘടിപ്പിച്ച യോഗത്തിലാണ് തീരുമാനം. 8 മാസമായി മാലദ്വീപിൽ തടവിൽ കഴിയുന്ന അധ്യാപകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ജയചന്ദ്രൻ മൊകേരിയുടെ മോചനത്തിന് നാട്ടുകാരുടെ കൂട്ടായ്മ.
രാജ്യത്തിന്റെയാകെ പ്രശ്നമാണിതെന്നും ദേശീയതലത്തിൽ ചർച്ച ചെയ്ത് മോചനം സാധ്യമാക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം ചെലുത്തണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. മാലദ്വീപിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഷമീർ ഇബ്രാഹിമിനെ ഇംഗ്ലീഷ് അധ്യാപകനായ ജയചന്ദ്രൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കുറ്റം ചുമത്തി 2014 ഏപ്രിൽ 14 പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് കള്ളക്കേസ് ചുമത്തുകയായിരുന്നുവെന്ന് വ്യക്തമായിട്ടും മോചിപ്പിക്കാതെ ജയിലിൽ അടക്കിയായിരുന്നുവെന്ന് അദ്ദേഹത്തോടൊപ്പം മാലദ്വീപിൽ ജോലി ചെയ്തിരുന്ന പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു. 2 പതിറ്റാണ്ട് കാലത്തോളം മൊഗേരിയിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു ജയചന്ദ്രൻ. ആയിരക്കണക്കിന് ശിക്ഷകണങ്ങളുള്ള അദ്ദേഹത്തിന് മോചനം ആവശ്യപ്പെട്ടുള്ള കൂട്ടായ്മയിൽ വികാരവായ്പോടെയാണ് ആളുകൾ സംസാരിച്ചത്. കുറ്റ്യാടി MLA KK ലതിക അധ്യക്ഷം വഹിച്ചു. MLAമാരായ CK നാണു, EK വിജയൻ, മുൻ MLA സത്യൻ മൊഗേരി, സാംസ്കാരിക പ്രവർത്തകരായ കൽപ്പറ്റ നാരായണൻ, രമേഷ് കാവിൽ, മൊയ്തു വാണിമേൽ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. മുൻ MLA സത്യൻ മൊഗേരി ചെയർമാനും കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. നാണു മാസ്റ്റർ കൺവീനറുമായി ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. ഡിസംബർ 19 വൈകുന്നേരം 3 മുതൽ 5 വരെ മൊഗേരിയിൽ മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. കേരള കേബിൾ TV ഫെഡറേഷൻ 3ാമത് അഖിലേന്ത്യാ കേബിൾ TV ആൻഡ് ഡിജിറ്റൽ എക്സ്പോ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്നു. GCDA ചെയർമാൻ M. വേണുഗോപാൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. കേരള കേബിൾ TV ഫെഡറേഷൻ 3ാമത് അഖിലേന്ത്യാ കേബിൾ TV ആൻഡ് ഡിജിറ്റൽ എക്സ്പോ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്നു. GCDA ചെയർമാൻ M. വേണുഗോപാൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. വിവിധ ദിവസങ്ങളിലായി കേബിൾ TV മേഖലയിലെ വിദഗ്ധർ പങ്കെടുത്ത സെമിനാറുകളും സംഘടിപ്പിച്ചു. 75 സ്റ്റാളുകളിലായി ഒരുക്കിയ പ്രദർശനത്തിൽ ഡിജിറ്റലൈസേഷൻ രംഗത്തെ പ്രമുഖ കമ്പനികൾ, സോഫ്റ്റ്വെയർ നിർമ്മാതാക്കൾ, ബ്രോഡ്ബാൻഡ് കമ്പനികൾ, മൂല്യവർദ്ധിത സേവന ദാതാക്കൾ, അന്തർദേശീയ ബ്രോഡ്കാസ്റ്റേഴ്സ് അടക്കം പങ്കെടുത്തിരുന്നു. ലോകോത്തര കമ്പനികളുടെ വ്യത്യസ്ത ശ്രേണികളുടെ സെറ്റ് ടോപ്പ് ബോക്സുകളും GPRS സംവിധാനത്തോടു കൂടിയ കേബിൾ TV അക്കൌണ്ടിംഗ് ആൻഡ് ബില്ലിംഗ് മെഷീനും സോഫ്റ്റ്വെയറുമടക്കം പ്രദർശനത്തിലെ മുഖ്യ ആകർഷകമായി. സമാപന ദിവസം ബ്രോഡ്കാസ്റ്റേഴ്സ് മീറ്റിംഗ് സംഘടിപ്പിച്ചു. പൌരസമാജം കേരളയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒപ്പുശേഖരണം നടന്നു. അനുദിനം വർദ്ധിച്ചുവരുന്ന മരുന്നുകളുടെ വില നിയന്ത്രണാധികാരം എടുത്തുകളഞ്ഞ നടപടി പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടായിരുന്നു ഒപ്പുശേഖരണം. മരുന്നുകളുടെ വില നിയന്ത്രണാധികാരം എടുത്തുകളഞ്ഞ നടപടി പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട് പൌരസമാജം കേരളയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒപ്പുശേഖരണം നടന്നു. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ CS സത്യഭാമ ഒപ്പുശേഖരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സമരപ്രക്ഷോഭ രംഗത്തുള്ള പൌരസമാജം കേരള അനുദിനം വർദ്ധിച്ചുവരുന്ന മരുന്നുകളുടെ വില വർധനവിനെതിരെ ശക്തമായ പ്രക്ഷോഭ സമരവുമായി രംഗത്തിറങ്ങുകയാണ്. സമരത്തിന്റെ ഭാഗമായി ഔഷധവില നിയന്ത്രണ അതോറിറ്റിക്കുണ്ടായിരുന്ന അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 6 ലക്ഷം പേരുടെ ഒപ്പുശേഖരണം സംസ്ഥാനത്തു നിന്നും സംഘടിപ്പിച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സമർപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒപ്പുശേഖരണം നടന്നത്. രാമദാസ് വേങ്ങേരി അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ KA ലൈല, VM ചന്ദ്രിക അജേഷ്, ശോഭന കാക്കൂർ, ശ്യാമള ബേപ്പൂർ, ഷിജു മായനാട്, സീനത്ത് മാങ്കാവ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓർമ്മകൾ പങ്കുവച്ചും പുതിയ സാരഥികൾക്ക് സഹായഹസ്തം നീട്ടിയും വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. 1937 28 ഏക്കർ സ്ഥലം നൽകിയ KN കുറുപ്പിനെയും AV കുട്ടിമാളു അമ്മയുടെയും സ്മരണയിലാണ് 28 വർഷത്തിനിടെ പിരിഞ്ഞുപോയ 100ഓളം കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്നത്. പോയ കാലത്തിന്റെ ഓർമ്മകളുമായി വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. പുതുതലമുറയ്ക്ക് സഹായഹസ്തവുമായാണ് പഴയ തലമുറ വീണ്ടും എത്തിയത്. സ്ഥാപനം തുടങ്ങാൻ 28 ഏക്കർ സ്ഥലം നൽകിയ KN കുറുപ്പിന്റെയും AV കുട്ടിമാളു അമ്മയുടെയും സ്മരണയിലായിരുന്നു ഒത്തുചേരൽ. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ RSAPHSന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കേണൽ AV അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. RS പണിക്കർ, ഡോക്ടർ ആർസു, പൂർണിമ സുനിൽ, N സുനിൽകുമാർ, MK ശ്രീകുമാർ, C ജയരാജ് എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി നാഗപ്പൻ നായർ, KN കുറുപ്പിന്റെ മരുമകൾ സരളാദേവി, പൂർവ്വ വിദ്യാർത്ഥികളായ ശാരദ, സരസ, റീറ്റ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. SLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ 24 വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും നൽകി.
ശാസ്ത്രവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഊർജ്ജ സംരക്ഷണ ദിന പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിർവഹിച്ചു. ഊർജ്ജ സംരക്ഷണം വീട്ടിൽ നിന്നുമാണ് തുടങ്ങേണ്ടതെന്നും സൌരോർജ്ജം ഉൾപ്പെടെയുള്ള പാരമ്പര്യേതര മാർഗങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഊർജ്ജ സംരക്ഷണം വീട്ടിൽ നിന്ന് തുടങ്ങണമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ശാസ്ത്രവേദിയുടെ ആഭിമുഖ്യത്തിൽ ഊർജ്ജ സംരക്ഷണ ദിന പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഊർജ്ജ ഉൽപാദനം നടക്കുന്നത് പ്രധാനമായും ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. പക്ഷേ പരിസ്ഥിതി പ്രശ്നങ്ങൾ കാരണം അതിന്റെ വിപുലീകരണം നടത്താൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് സൌരോർജ്ജം ഉൾപ്പെടെയുള്ള പാരമ്പര്യേതര മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ശാസ്ത്രവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് BC ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. എനർജി മാനേജ്മെന്റ് സെന്ററിലെ AM നാരായണൻ വിഷയാവതരണം നടത്തി. ജനറൽ സെക്രട്ടറി പഴക്കുളം സതീഷ്, ചെല്ലമ്മ ടീച്ചർ, പ്രൊഫസർ ജയശ്രീ സുജനപാൽ, ഡോക്ടർ R ജോൺസൺ, AA കലാം, PI അജയൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ 46-ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി താലൂക്ക് സമ്മേളനം തടമ്പാട്ട് താഴത്ത് വെച്ച് നടന്നു. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷന്റെ 46-ാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി താലൂക്ക് സമ്മേളനം തടമ്പാട്ട് താഴത്ത് വെച്ച് നടന്നു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് ET രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ബാർബർ തൊഴിലിന്റെയും തൊഴിലാളികളുടെയും സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മൺമറഞ്ഞുപോയ ഒട്ടേറെ നേതാക്കളെയും സമ്മേളനത്തിൽ സ്മരിക്കുകയും ചെയ്തു. ബാർബർ തൊഴിലാളികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കൺവീനർ G ചന്ദ്രൻ, ആക്ടിംഗ് ചെയർമാൻ TM രാജൻ, കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KC അജിത്, താലൂക്ക് സെക്രട്ടറി M വിജയൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി തുലാം 29, 2014 നവംബർ 19 മുതൽ 2015 ജനുവരി 16 പടിപൂജ വരെ പ്രസാദ, താമസ, ഭക്ഷണ സൌകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 201 സ്വാമിമാർക്ക് സൌജന്യ യാത്ര. വിശദ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. അശരണർക്ക് ഒരു ദിനത്തെ ആഹാരം നൽകിയും അവരോടൊപ്പം സമയം ചെലവഴിച്ചും അകാലത്തിൽ പൊലിഞ്ഞ പ്രിയ സുഹൃത്തിന്റെ ഓർമ്മകൾ അവർ പുതുക്കി. ബേപ്പൂർ സീനറ്റ് കമ്മ്യൂണിറ്റി TV സ്ഥാപക അംഗവും KCL മുൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ സുക്കു എന്ന റിജേഷിന്റെ നടുവട്ടത്തെ സുഹൃത്തുക്കളാണ് കുണ്ടായത്തോട് ശാന്തിഭവനിലെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകിയത്. ബേപ്പൂർ സീനിയർ കമ്മ്യൂണിറ്റി TV സ്ഥാപകാംഗവും KCL മുൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ സുക്കു എന്ന റിജേഷിന്റെ നടുവട്ടത്തെ സുഹൃത്തുക്കളാണ് കുണ്ടായത്തോട് ശാന്തിഭവനിലെ അന്തേവാസികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നൽകിയത്. തന്റെ ജോലി തിരക്കിനിടയിലും അശരണരെയും അനാഥരായവരെയും സഹായിക്കാൻ സമയം കണ്ടെത്താറുള്ള സുക്കുവിന്റെ താൽപര്യപ്രകാരമായിരുന്നു ഈ ജീവകാരുണ്യ പ്രവർത്തനം. P മാധവദാസ്, AM അനിൽകുമാർ, P ശശിധരൻ, AV ഗിരീഷ്, ഹാനിഷ് നടുവട്ടം, മനോഹരൻ, യവനിക കലാസമിതി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിടുകയാണെന്നും അത് രാജ്യത്തിന്റെ നിലനിൽപ്പിനെയും അഖണ്ഡതയെയും ബാധിക്കുമെന്നും M രാധാകൃഷ്ണൻ മാസ്റ്റർ പുരോഗമന കലാസാഹിത്യ സംഘം അരക്കണർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജനാധിപത്യ മതേതര സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുരോഗമന കലാസാഹിത്യ സംഘം അരക്കണർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജനാധിപത്യ മതേതര സംഗമവും അവാർഡ് ജേതാക്കൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. മാത്തോട്ടം വിജിത്തിന് സമീപം നടന്ന പരിപാടി കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഇന്ന് വളരെ പ്രധാനപ്പെട്ട
ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇവിടെ ഈ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. മതേതര ജനാധിപത്യ മൂല്യങ്ങൾ വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെയും അഖണ്ഡതയെയും ബാധിക്കുന്നതാണ്. കൌൺസിലർ പി ദേവരാജൻ അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് ചേമ്പിൽ വിവേകാനന്ദൻ, ഇ മോഹൻദാസ് മാസ്റ്റർ, പി രാജേഷ്, കരുവള്ളി ശശിധരൻ, പി ബീരാൻകോയ, ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ 6ാമത് ജനറൽ കൌൺസിലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ലേഖന മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ ലേഖനമായ മാറുന്ന ബാങ്കുകളും മാറുന്ന ജീവിതവും രചിച്ച വി.ടി. മൊയ്തീൻ ഗോയയെയും അന്തരിച്ച പ്രശസ്ത മാധ്യമപ്രവർത്തകനായിരുന്ന ഗിരീഷ് ഓമല്ലൂരിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ ഗിരീഷ് ഓമല്ലൂർ അവാർഡിൽ ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹനായ സനോജിനെയും ചടങ്ങിൽ ആദരിച്ചു. മീഡിയ വൺ ദില്ലി ബ്യൂറോയിലെ ക്യാമറാമാനാണ് ബേപ്പൂർ സ്വദേശിയായ സനോജ്. ശ്രീ സനോജ് കുമാറിനുള്ള അഭിമാനം. കാർഷിക മുന്നേറ്റത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി കെ.പി. മോഹനൻ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ ഞാറ്റുവേല ദ്വിദിന ശ്രാവ്യ ദൃശ്യ മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാർഷിക രംഗത്തുണ്ടായ പുരോഗതിയിൽ മാധ്യമങ്ങളുടെ പങ്ക് നിർണായകമാണെന്നും ജൈവ കാർഷിക കേരളം പദ്ധതിയിലൂടെ വിജയത്തിന് ചുക്കാൻ പിടിക്കേണ്ടത് മാധ്യമങ്ങളാണെന്നും കൃഷിമന്ത്രി കെ.പി. മോഹനൻ പറഞ്ഞു. കർഷകർക്ക് ഉപകാരപ്രദവും വിജ്ഞാനപ്രദവുമായ നിരവധി പരിപാടികൾ മാധ്യമം അവതരിപ്പിക്കുന്നുണ്ട്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ ഞാറ്റുവേല ദ്വിദിന ശ്രാവ്യ ദൃശ്യ മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ കൃഷിയിൽ ആകൃഷ്ടരായി മുന്നോട്ട് വരുന്നതും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിത്ത് വിതരണം ചെയ്ത് നടപ്പാക്കിയ സർക്കാർ പദ്ധതി വിജയവഴിയിലായതും ഇതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. എം.എൽ.എ. കെ. ദാസൻ അധ്യക്ഷം വഹിച്ചു. കാർഷിക മേഖലയിലെ മുന്നേറ്റങ്ങൾ കാർഷിക സഹായി എന്ന പുസ്തക പ്രകാശനം പുരുഷൻ കടലുണ്ടി എം.എൽ.എ. നിർവഹിച്ചു. കെ. ലതിക എം.എൽ.എ. ഏറ്റുവാങ്ങി. സി.കെ. നാണു എം.എൽ.എ. ആമുഖ പ്രഭാഷണം നടത്തി. കൃഷി വകുപ്പ് ഡയറക്ടർ ആർ. അജിത് കുമാർ, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി. ബ്രഹ്മാനന്ദൻ, പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ എം. ഹേമന്ത് കുമാരി, FIB ഉപദേശക സമിതി അംഗം സാലിം മടവൂർ എന്നിവർ സംസാരിച്ചു. ശ്രാവ്യ ദൃശ്യ മാധ്യമം അന്നും ഇന്നും വിഷയത്തിൽ നടന്ന ചർച്ചയിൽ അമൃത TV ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്റർ നീലൻ ആമുഖ പ്രഭാഷണം നടത്തി. മാധ്യമ ന്യൂസ് എഡിറ്റർ എൻ. രാജേഷ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഉപദേശക സമിതി അംഗം കെ.പി. രമേഷ് ബാബു, മനോജ് കടമ്പാട്, ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡയറക്ടർ ഡോക്ടർ കെ. പ്രതാപൻ എന്നിവർ സംസാരിച്ചു. 35ാമത് ദേശീയ ഗെയിംസ് മത്സരങ്ങളുടെ കോഴിക്കോട്ടെ വേദികളുടെ പ്രവൃത്തി ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കളക്ടറേറ്റിൽ ഇതു സംബന്ധിച്ച് നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 35ാമത് ദേശീയ ഗെയിംസ് മത്സരങ്ങളുടെ കോഴിക്കോട്ടെ വേദികളുടെ പ്രവൃത്തി ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കലക്ടറേറ്റിൽ ഇത് സംബന്ധിച്ച് നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരി ആദ്യവാരത്തിൽ കോഴിക്കോട് നടക്കുന്ന മത്സര ഇനങ്ങളുടെ വേദികൾ ഇപ്പോഴും പ്രവൃത്തി പൂർത്തിയായില്ലെന്ന് ബന്ധപ്പെട്ടവർ വിശദീകരിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ പ്രവൃത്തികൾ 85% പൂർത്തിയായിട്ടുള്ളൂ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദി മലബാർ ക്രിസ്ത്യൻ കോളേജ് ആയതോടെ ഗെയിംസിന്റെ പ്രാക്ടീസിംഗ് ഗ്രൌണ്ട് നഷ്ടപ്പെട്ടതായി സ്പോർട്സ് കൌൺസിൽ പ്രതിനിധികൾ പറഞ്ഞു. കല്ലായി ഗണപതി സ്കൂളിലെ ഗ്രൌണ്ട് പുതുതായി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പുല്ല് പിടിപ്പിച്ചിട്ടില്ല. ഇതിന് 10 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും പണി ഇഴഞ്ഞു നീങ്ങുകയാണ്. കലോത്സവവും ദേശീയ ഗെയിംസും വരുമ്പോഴും നഗരത്തിലെ മിക്ക റോഡുകളും തകർന്ന നിലയിലാണ്. 7 റോഡുകളുടെ നവീകരണത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും മാവൂർ റോഡ്, പാവമണി റോഡ് എന്നിവയുടെ നവീകരണത്തിന് മാത്രമാണ് തുക അനുവദിച്ചത്. മറ്റ് വേദികൾ ഉള്ളിടത്ത് ഒഫീഷ്യലുകൾക്ക് AC റൂമുകൾ അനുവദിച്ചപ്പോൾ കോഴിക്കോട് നോൺ AC റൂമുകളാക്കിയതിലും പ്രതിഷേധം അറിയിച്ചു. ഗെയിംസ് അടുത്തിരിക്കെ ഇത് ആശങ്കാജനകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുക പാസായ റോഡുകളുടെ നവീകരണം അടുത്ത ദിവസം ആരംഭിക്കണം. മറ്റുള്ളവയുടെ കാര്യം പൊതുമരാമത്ത് മന്ത്രിയുമായി സംസാരിച്ച് തീർപ്പുണ്ടാക്കും. ഭക്ഷണം, താമസം, സ്വീകരണം എന്നിവർക്ക് ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റികൾ ചുമതല കൃത്യമായി നിറവേറ്റണം. ഗതാഗതത്തിന് 4 ലോ ഫ്ലോർ ബസ്സുകൾ ലഭ്യമാക്കാൻ ഉടൻ നടപടിയെടുക്കും. ചിലവ് നിയന്ത്രിക്കാൻ സ്പോൺസർമാരെ കണ്ടെത്തണം. ഹോട്ടലുകൾക്ക് നികുതി ഇളവ് സംബന്ധിച്ച് ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഡോർ സ്റ്റേഡിയത്തിന് മുൻപിലെ ബസ് സ്റ്റോപ്പ് നീക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് യോഗത്തിൽ അറിയിച്ചു. മന്ത്രി ഡോക്ടർ M.K. മുനീർ, M.K. രാഘവൻ MP, PA ഹംസ, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി എന്നിവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ CA ലത സ്വാഗതം പറഞ്ഞു. നരേന്ദ്രമോദി ഇന്ത്യയെ ഏകാധിപത്യത്തിലേക്ക് നയിക്കുകയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ T. ആരിഫ് അലി അഭിപ്രായപ്പെട്ടു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യൻ ജനാധിപത്യം അതിവേഗം ഏകാധിപത്യത്തിന്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ T. ആരിഫ് അലി അഭിപ്രായപ്പെട്ടു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ അടിത്തറകളായ 4 തൂണുകളും ഒരാളിൽ കേന്ദ്രീകരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് രൂപപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാഷണൽ ആദിവാസി അലയൻസ് മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി റോയ് ഡേവിഡ് മുഖ്യപ്രഭാഷണം നടത്തി.
കൂടംകുളം സമരസമിതി കേരള കൺവീനർ എൻ സുബ്രഹ്മണ്യൻ, പ്രശസ്ത ഡോക്യുമെന്റേഷൻ ഡയറക്ടർ ഗോപാൽ മനോഹരൻ, കരിനിയമക്കേസ് ഇര യഹിയ കമ്മുക്കുട്ടിയുടെ ഭാര്യ ഫരീദ ഗോതമ്പ് റോഡ്, കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, അതിവേഗ റെയിൽപാത വിരുദ്ധ സമിതി സ്റ്റേറ്റ് കോർഡിനേറ്റർ എം ബിജുനാഥ്, ദേശീയപാത കർമ്മസമിതി ജില്ലാ കൺവീനർ എ ടി മഹേഷ്, ഗെയിൽ വിക്ടിംസ് ഫോറം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ഷാജി, ജമായത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഖാലിദ് മുസ നദവി എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ജീവച്ച് രാജേന്ദ്രൻ, ഡോക്ടർ ഇദ്രീസ്, ദിലീഫ്, ദാവൂദ് പി മുഹമ്മദ് എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് ടി മുഹമ്മദ് വേളം അധ്യക്ഷത വഹിച്ചു. എസ് എം സൈനുദ്ദീൻ വിഷയാവതരണം നടത്തി. സദറുദ്ദീൻ പുല്ലാളൂർ പ്രമേയാവതരണം നടത്തി. നവാസ് പാലേരി, എ എം ഗഫൂർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ ജി മുജീബ് റഹ്മാൻ സ്വാഗതവും സമ്മേളന കൺവീനർ കെ സി അൻവർ നന്ദിയും പറഞ്ഞു. ഇനി മണ്ഡലകാല വിശേഷങ്ങളിലേക്ക്. നോർത്ത് ബേപ്പൂർ തമ്പി റോഡ് കരുവൻകാവ് ക്ഷേത്രത്തിലെ മണ്ഡലവിളക്ക് ഉത്സവാഘോഷ പരിപാടികൾ സമാപിച്ചു. ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടന്നത്. ക്ഷേത്ര കമ്മിറ്റി രക്ഷാധികാരികളായ പി കെ ഉദയവർമ്മ രാജ, എം സത്യനാഥൻ, പ്രസിഡന്റ് ഈശ്വരൻ നമ്പൂതിരി, സെക്രട്ടറി പി അനിൽകുമാർ, ട്രഷറർ ശശിധരൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അഭിഷേകം, മഹാഗണപതി ഹോമം, ഉഷപൂജ, ശുദ്ധികലശം, ഉച്ചപൂജ, പ്രസാദ ഊട്ട്, ദീപാരാധന, കർപ്പൂരാഴി, തായമ്പക, കേളികൈ, എഴുന്നള്ളിപ്പ്, അത്താഴപൂജ, തേങ്ങേറിയൽ, കെ കെ ചിത്രഞ്ജന്റെ പ്രഭാഷണം, ശിവൻ ഉച്ചക്കാവിലൻ പാർട്ടിയുടെ സംഗീതസുധ എന്നിവ അരങ്ങേറി. ഏപ്രിൽ 5 മുതൽ 12 വരെ ക്ഷേത്രാങ്കണത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ലോക അറബിക് ദിനാഘോഷത്തിന്റെ വിളംബര സംഗമവും മദ്ഹ സെമിനാറും കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ ഡിസംബർ 17 നടക്കുമെന്ന് അറബിക് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഫോറം ഭാരവാഹികൾ അറിയിച്ചു. ഡിസംബർ 17 ഉച്ചയ്ക്ക് 2:30 കാലിക്കറ്റ് ടവറിൽ നടക്കുന്ന മദ്ഹ സെമിനാറിൽ പ്രമുഖർ സംബന്ധിക്കും. ആലിഫ് പ്രവർത്തന വിപുലീകരണത്തിന്റെ ഭാഗമായി പുതിയ മെമ്പർഷിപ്പിന്റെ ഉദ്ഘാടനവും പരിഷ്കരിച്ച അസഖാഫ അറബിക് മാസികയുടെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. ശിശുക്ഷേമം, ശിശുവിദ്യാഭ്യാസം, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച 2013 സംസ്ഥാനതല പത്രദൃശ്യ മാധ്യമ അവാർഡുകൾ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ കേരള റീജിയൻ പ്രഖ്യാപിച്ചു. മികച്ച പത്രപരമ്പരയ്ക്കുള്ള അവാർഡ് മാതൃഭൂമി തൃശൂരിലെ സബ് എഡിറ്റർ ഒ രാധികയ്ക്കും, മികച്ച പത്ര വാർത്താ ചിത്രത്തിനുള്ള അവാർഡ് കേരള കൗമുദി ഫ്ലാഷ് ദിനപത്രത്തിലെ NR സുധർമ്മദാസിനും, മികച്ച പത്ര റിപ്പോർട്ടിംഗിനുള്ള അവാർഡ് ഇന്ത്യൻ എക്സ്പ്രസ് കോഴിക്കോട് സീനിയർ റിപ്പോർട്ടർ M അരുണിനും, മികച്ച ടെലിവിഷൻ റിപ്പോർട്ടിനുള്ള അവാർഡ് റിപ്പോർട്ടർ TV കൊച്ചി ക്യാമറാമാൻ പ്രദീപ് കുമ്പിടിക്കും നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രീപെയ്ഡ് കൌണ്ട് നിരക്ക് നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പണിമുടക്ക് ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം. റെയിൽവേ ലോക്കോ പൈലറ്റുമാർ ഡിസംബർ 16 ഉപവാസ സമരം നടത്തും. സമരം ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിക്കും. മരണക്കെണിയൊരുക്കി വാഹനങ്ങളുടെ അമിത വേഗത. ഫറോക്കിൽ ടാറ്റ സുമോ ഇടിച്ച് ഒരാൾ മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.